വീണ്ടും വാർത്തകളിലേക്ക്. 2 ഗ്രാം തൂക്കമുള്ള ഏറ്റവും ചെറിയ വിശുദ്ധ ഖുർആൻ, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള താളിയോലകൾ തുടങ്ങി പുരാവസ്തുക്കളുടെ പ്രദർശനം ശ്രദ്ധേയമാകുന്നു. നബിദിനാഘോഷങ്ങളുടെ ഭാഗമായി കൈപ്പമംഗലം ചളിങ്ങാട് ഷാദുലിയ മദ്രസയാണ് പുരാവസ്തുക്കളുടെ പ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. മുഹമ്മദ് നബിയുടെ ചരിത്ര പ്രദർശനം, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കയ്യെഴുത്ത് പ്രതികൾ, മണ്ണെണ്ണ കൊണ്ട് ഉപയോഗിക്കുന്ന ഇസ്തിരിപ്പെട്ടി, പഴയകാല വീട്ടുപകരണങ്ങൾ, ഗ്രാമഫോൺ, റേഡിയോകൾ, വ്യത്യസ്ത തരം ഫോണുകൾ, വിവിധതരം വിളക്കുകൾ, ഖുർആൻ ആലേഖനം ചെയ്ത പാത്രങ്ങൾ, തിരുവിതാംകൂർ നാണയങ്ങൾ, അപൂർവ അറബി മലയാളം കൃതികൾ, 180-ൽ പരം രാജ്യങ്ങളുടെ കറൻസികൾ, നാണയങ്ങൾ എന്നിങ്ങനെയാണ് പ്രദർശനത്തിലുള്ളത്. AK ഗോപാലൻ മുതൽ APJ അബ്ദുൽ കലാം വരെയുള്ള പ്രമുഖരുടെ വിയോഗ വാർത്തകൾ അടങ്ങിയ പേപ്പർ കട്ടിങ്ങുകളും കൗതുക വാർത്തകളും പ്രദർശനത്തിലുണ്ട്. തേഞ്ഞിപ്പലം സ്വദേശി ചൊക്ലി ഉസ്മാന്റെ കൈവശമുള്ള പുരാവസ്തുക്കളാണ് പ്രദർശനത്തിന് വെച്ചിരിക്കുന്നത്. പഴമയെ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തലാണ് തന്റെ ലക്ഷ്യമെന്ന് ഉസ്മാൻ പറയുന്നു. വിശുദ്ധ ഖുർആന്റെ ഏറ്റവും ചെറിയ പതിപ്പ്, 2 ഗ്രാം തൂക്കമുള്ള വിശുദ്ധ ഖുർആന്റെ പതിപ്പ്, അതുപോലെ ബ്രെയിൽ ലിപിയിൽ അന്ധന്മാർ ഉപയോഗിക്കുന്ന വിശുദ്ധ ഖുർആന്റെ പതിപ്പ്, അതുപോലെ 90ഓളം വർഷം പഴക്കമുള്ള ഭാഗവതം, അതുപോലെ പഴയ പുസ്തകങ്ങൾ, നമുക്ക് ലഭ്യമാവാത്ത പല പുസ്തകങ്ങൾ എല്ലാം ഈ പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ വ്യത്യസ്ത കമ്പനികളുടെ വാച്ചുകൾ, 200ഓളം കമ്പനികളുടെ വാച്ചുകൾ, പിന്നെ കൗതുകം നിറഞ്ഞ കൗതുക വാർത്തകളൊക്കെ നമ്മളെ ഈ ശേഖരണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ പല ഭാഗത്തും ഞാൻ ഈ എക്സിബിഷൻ നടത്തിയിട്ടുണ്ട്. കാസർഗോഡ് മുതലുള്ള ഏകദേശം തൃശ്ശൂർ വരെ ഇപ്പോൾ നടത്തിയിട്ടുണ്ട്. ഏകദേശം 17ഓളം പ്രദർശനങ്ങൾ നടത്തിയിട്ടുണ്ട്. പിന്നെ പുതിയ തലമുറക്ക് ഇന്നലകളിൽ കഴിഞ്ഞുപോയ ചരിത്രത്തിനെ അറിയിച്ചു കൊടുക്കുക, പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. പിന്നെ വ്യത്യസ്തമായ കാഴ്ചകളെ പുതുതലമുറക്ക് കാണിച്ചു കൊടുത്തിട്ട് അവർക്ക് ഇതിലൂടെ ഇതുപോലത്തെ ശേഖരിക്കാനൊക്കെ ഒരു താല്പര്യം ഉണ്ടാക്കുക എന്ന ലക്ഷ്യം കൂടി എന്നിലുണ്ട്. 3 ദിവസങ്ങളായി നടക്കുന്ന പ്രദർശനം സയ്യിദ് നദീർ സഖാഫി അൽ ബുഖാരി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നേതാവ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പഠിക്കാൻ പറ്റിയ ഒരു വേദിയാണ്. ആ ഹബീബിനെ കുറിച്ച് പഠിക്കാൻ പറ്റിയ വേദിയാക്കി മാറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിശുദ്ധമേറിയ മജ്ലിസ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന പരിശുദ്ധ ഖുർആനിക വചനം ഉരുവിട്ടുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. SMA ജില്ലാ സെക്രട്ടറി MK അബ്ദുൽ ഗഫൂർ അധ്യക്ഷത വഹിച്ചു. PC അബ്ദുറഹ്മാൻ സഖാഫി, ഉബൈദു സഖാഫി, യൂനുസ് ലത്തീഫി എന്നിവരും സംസാരിച്ചു. കുടുംബശ്രീ ബാലസഭ ജില്ലാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിനുള്ള തളിക്കുളം ബ്ലോക്ക് ടീം തെരഞ്ഞെടുപ്പ് പരിശീലന ക്യാമ്പിന് വലപ്പാട് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ തുടക്കമായി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള വലപ്പാട്, തളിക്കുളം, നാട്ടിക, വാടാനപ്പള്ളി, ഏങ്ങണ്ടിയൂർ പഞ്ചായത്തുകളിലെ കുട്ടികളെയാണ് ക്യാമ്പിൽ പങ്കെടുപ്പിക്കുന്നത്. സ്വന്തമായി ജേഴ്സിയും ബൂട്ട്സുമുള്ള കുട്ടികളെ പങ്കെടുപ്പിച്ചിട്ടുള്ള പരിശീലന ക്യാമ്പിൽ നിന്ന് 15 കുട്ടികളെയാണ് ബ്ലോക്ക് ടീമിലേക്ക് തെരഞ്ഞെടുക്കുക.
ഇവർക്ക് പ്രത്യേക പരിശീലനം നൽകി ജില്ലാതല ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുപ്പിക്കുകയാണ് ലക്ഷ്യം. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR സുഭാഷിണി പരിശീലന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. അവരുടെ കായികക്ഷമത മാത്രമല്ല, നമ്മുടെ സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി, പുനർനിർമ്മാണത്തിന് വേണ്ടി നമ്മുടെ കുട്ടികളുടെ ബൗദ്ധികമായ പങ്കുണ്ടാണ്, ക്രിയാത്മകമായ ചിന്തകൾ എങ്ങനെയാണ് എന്നുള്ളതും കൂടി എന്നുള്ളതും കൂടി നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു ഫുട്ബോൾ മേള നടത്തുന്നത്. തീർച്ചയായും ഒരു അർപ്പണ മനോഭാവത്തോടെ ഒരു പേരെടുത്ത് വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK തോമസ് അധ്യക്ഷനായിരുന്നു. വലപ്പാട് തളിക്കുളം കുടുംബശ്രീ CDS ചെയർപേഴ്സൺമാരായ മല്ലികാദേവൻ, അജന്ത ശിവരാമൻ, ഷാനി ഉണ്ണികൃഷ്ണൻ, ഹേമ പ്രേമൻ തുടങ്ങിയവരും സംസാരിച്ചു. ശ്രീനാരായണപുരം പടിഞ്ഞാറെ വെമ്പല്ലൂരിൽ ഒരു സംഘം ചെറുപ്പക്കാർ ചേർന്ന് ഒരാഴ്ച കൊണ്ട് ഒരു സ്മാരകം തീർത്തു. തികച്ചും അർത്ഥവത്തായൊരു സ്മാരകം. നാടൻ പാട്ടിന്റെ കൂട്ടുകാരനായിരുന്ന MR ത്രിമൂർത്തി മാസ്റ്ററുടെ സ്മരണയ്ക്കായി ഇവിടെ ഒരു ലൈബ്രറി ഉയർന്നത് വെറും ഒരാഴ്ചക്കാലം കൊണ്ടാണ്. മാഷിന്റെ നാടായ പടിഞ്ഞാറെ വെമ്പല്ലൂരിലെ കുടിലിംഗ ബസാറിലെ ചെറുപ്പക്കാരാണ് ഈ ദൗത്യത്തിന് മുന്നിട്ടിറങ്ങിയത്. പാട്ടവ്യവസ്ഥയിൽ ലഭിച്ച ഭൂമിയിൽ ശ്രമദാനത്തിലൂടെയാണ് ലൈബ്രറി കെട്ടിടം നിർമ്മിച്ചത്. ഉദ്ഘാടനത്തിന് മുൻപേ 700ഓളം പുസ്തകങ്ങൾ സമാഹരിക്കുവാനും ഇവർക്കായി. മേഖലയിലെ സാംസ്കാരിക പ്രവർത്തനം ഊർജിതമാക്കണമെന്ന ചിന്തയാണ് ഇവരെ ലൈബ്രറി എന്ന ലക്ഷ്യത്തിലെത്തിച്ചത്. സാംസ്കാരികപരമായിട്ട് എന്തെങ്കിലും ഒരു മാറ്റം അത് പ്രതീക്ഷിച്ചിട്ടാണ് നമ്മളൊരു സംരംഭം തുടങ്ങണമെന്ന് ആഗ്രഹിച്ചത്. അപ്പോൾ അതിന് ഏറ്റവും അനുയോജ്യമായിട്ട് മൂർത്തി മാഷ പേര് തന്നെയാണ് നമുക്ക് ആദ്യം വന്നത്. അതുകൊണ്ട് തന്നെയാണ് മൂർത്തി മാഷ പേരിൽ ഇങ്ങനൊരു ലൈബ്രറി തുടങ്ങാൻ ഞങ്ങൾ തീരുമാനിക്കുന്നത്. ഇത് തുടങ്ങുന്ന സമയത്ത് മൂർത്തി മാഷെക്കുറിച്ച് കാര്യമായിട്ടൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അതിനുശേഷം ഒരു മാഷെക്കുറിച്ച് അന്വേഷിച്ച് തുടങ്ങിയപ്പോഴാണ് മാഷ ആരായിരുന്നു എന്തായിരുന്നു എന്ന് ഞങ്ങളെല്ലാവരും അറിയുന്നത്. ഇന്നും മാഷിനെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ ഒരിക്കലും എത്താണ്ട് ഒരുപാട് അനന്തതയിലോട്ട് നീണ്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സംരംഭം നല്ല രീതിയിൽ നാടിനെ ഗുണം ചെയ്യുന്ന രീതിയിൽ ഉയർന്നു വരുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സപ്പോർട്ടും ഉണ്ടാവണം. 6 പതിറ്റാണ്ടുകാലം ആകാശവാണിയിലൂടെയും 100 കണക്കിന് വേദികളിലൂടെയും നാടൻ പാട്ടിനെ വളർത്തിയ ത്രിമൂർത്തി മാഷിന് പുതിയ തലമുറ ഒരുക്കിയത് അർഹിക്കുന്ന സ്മാരകമാണ്. മാഷിന്റെ 10ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് പൂർത്തീകരിച്ച ലൈബ്രറി ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ MS മുരളീധരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മംഗല്യ ജ്വല്ലേഴ്സ്, കയ്പമംഗലം, കാളമുറി. സ്വർണം ഇന്ന് ഗ്രാമിന് 2875 രൂപ, പവന് 23,000 രൂപ. വീണ്ടും പ്രധാന വാർത്തകൾ. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി K സുരേന്ദ്രനെയും ജില്ലാ പ്രസിഡന്റ് A നാഗേഷിനെയും അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് കൊടുങ്ങല്ലൂരിൽ BJP പ്രവർത്തകർ ദേശീയപാത ഉപരോധിച്ചു. ശബരിമലയിൽ നടക്കുന്നത് CPM BJP ഒത്തുകളിയാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ എടത്തിരുത്തി വില്ലേജ് സമ്മേളനം KC കാളിക്കുടി സ്മാരക സാംസ്കാരിക നിലയത്തിൽ നടന്നു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.